ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ കഴിഞ്ഞ ദിവസത്തെയൊക്കെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞതും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞതും എല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണയായ ദൈവത്തിൻ്റെ കൃപയായി ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ വർഷത്തിൽ കർത്താവിനും അവൻ്റെ രാജ്യത്തിനും അവൻ്റെ നാമത്തിനും വേണ്ടി അനേക കാര്യങ്ങൾ ദൈവസഭയായി ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാസ്തവമായി ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവസഭയ്ക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനും ഒരനുഗ്രഹം തന്നെയാണ്. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14 മുതൽ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ സർവശക്തനാകുന്ന ദൈവം ഗിദയോൻ എന്ന് പറയുന്ന പുരുഷനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ യഹോവയാകുന്ന ദൈവം 7 സംവത്സരം അവരെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യരുടെ കയ്യിലായിരുന്ന ഇസ്രായേൽ മക്കൾക്ക് ഒത്തിരി പീഡനങ്ങളും ഒത്തിരി പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയുണ്ടായി. എന്നാൽ ആ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ യഹോവയാകുന്ന ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുകയാണ്. അവൻ്റെ പേരാണ് ഗിദയോൻ. ഈ സമയത്ത് ഗിദയോൻ ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഗിദയോൻ പറഞ്ഞത് ഇതാണ്, കർത്താവേ, നീ പറയുന്ന പോലെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എനിക്കെത്രയും കഴിവുണ്ടെന്നും എനിക്കെത്രയും മിടുക്കുണ്ടെന്നും എനിക്കറിയാം. ഈ ഇസ്രായേൽ മക്കളെ ഈ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരിക്കലും വിടുവിച്ചെടുക്കാൻ ഒക്കത്തില്ല. അത്രയും ഞാൻ ഏബിൾ അല്ല, അത്രയും കഴിവെനിക്കില്ല. കാരണം എൻ്റെ കുലം എളിയതാണ്, ഞാൻ ചെറിയവനാണ് എന്ന് പറഞ്ഞാൽ പുള്ളിയെ തന്നെ കുറച്ച് കളയുകയാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് ഒക്കത്തില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്. നമ്മളിൽ ചിലർ പറയുന്ന പോലെ, ഞാൻ എങ്ങനെ കർത്താവേ നിൻ്റെ വേല ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്നത്, എൻ്റെ കപ്പാസിറ്റി നോക്കിയാൽ, എൻ്റെ ബലം നോക്കിയാൽ എനിക്കറിയാം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അടുത്ത വാക്യത്തിൽ ദൈവം ഗിദയോനോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശക്തി ഇല്ലെങ്കിലും എന്നെ വിളിച്ചവൻ ശക്തനാണ്. എനിക്ക് പറയുന്ന പോലെ വലിയ കഴിവുകളില്ലെങ്കിലും എന്നിൽ വന്നവൻ കഴിവുള്ളവനാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എനിക്ക് കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ബുദ്ധിയുടെ ചിന്തകളാണ്. എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ ചിന്താമണ്ഡലങ്ങൾ പലപ്പോഴും എന്നോട് പറയും, നീ ഒരു പരാജിതനാ, നിന്നെ കൊണ്ടൊന്നിനും ഒരു കഴിവില്ല, ഒരു മിടുക്കുമില്ല, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പിശാചും നമ്മുടെ ബുദ്ധിയും പറയുമ്പോൾ അതിനെ വകവയ്ക്കാതെ, കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെ ഇടിച്ച് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. അപ്പോൾ കോട്ട പോലെ മനസ്സിനകത്ത് ഉയർന്നു വരുന്ന പരാജയത്തിൻ്റെയും തോൽവിയുടെയും ചിന്തകളെ ഇടിക്കണം. നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ കഴിയും, നിങ്ങൾ ശക്തനാണ്. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് എന്ന മനുഷ്യൻ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4:13 അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്?
2 കൈയും ചെങ്ങലയിലിരിക്കുമ്പോൾ, കാലാമത്തിലിട്ടിരിക്കുമ്പോൾ, അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാ. നോക്കുക, എൻ്റെ കഴിവുകൊണ്ടാണ് ചിലത് നടക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ അത് ഫെയിലിയർ ആവും. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവം സർവശക്തനാ, എൻ്റെ യേശു വലിയവനാ എന്ന ഉറപ്പകത്തുണ്ടെങ്കിൽ അസാധ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വഴിമാറിപ്പോകും. സാധ്യതയുടെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏതൊക്കെ കുടുംബങ്ങളെ നോക്കി കർത്താവിൻ്റെ ആത്മ പ്രവചിക്കുന്നു. സ്വയമായി ശപിച്ച്, സ്വയമായി കുറ്റപ്പെടുത്തി, ഇനിയൊന്നും നടക്കത്തില്ലെന്ന് വിധി എഴുതിയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ദൈവം നിങ്ങളെ മാനിച്ചുയർത്താൻ പോവുക. ഗിദെയോനും ഇതാ ദൈവത്തോട് പറഞ്ഞ്, എൻ്റെ കുലം എളിയ കുലമാണ്, ഞാൻ വലിയ കുടുംബത്തിലൊന്നുമല്ല ജനിച്ചത്, ഞാൻ ചെറിയവനാണ്, ഞാൻ അശക്തനാണെന്ന് ഗിദെയോൻ പറഞ്ഞ്. നിങ്ങൾ ഓർക്കുക, ഇതുപോലെ ആയിരുന്നു മോശയും ദൈവത്തോട് പറഞ്ഞ്. ഹോരേബിൻ്റെ ആ പർവ്വത മുകളിൽ വെച്ച് മുൾപ്പടർപ്പിൽ അഗ്നി കത്തുന്ന കാഴ്ച മോശ കണ്ട് അടുത്ത് ചെന്നപ്പോൾ സർവശക്തനായ ദൈവം മോശയോട് പറഞ്ഞു, മോശെ, മിസ്രൈമിലുള്ള ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു. അതുകൊണ്ട് മിസ്രൈമിൽ കിടക്കുന്ന ജനത്തെ ഞാൻ വിടുവിക്കാൻ പോകും, അതിന് നിന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ സമയത്ത് മോശ എന്നാ പറഞ്ഞെന്നറിയാം, യഹോവയായ ദൈവമേ, ഞാൻ തടിച്ച നാവുള്ളൊരു മനുഷ്യനാണ്, ഞാനിതിന് പ്രാപ്തനല്ല, എന്നെയും കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. നോക്കുക, മോശയുടെ നാവിനെയും മോശയുടെ കഴിവിനെയും മോശയുടെ ചിന്തയും ഒക്കെയാണ് മോശ നോക്കിയിട്ട് തനിക്ക് തന്നെ മാർക്കിടുക. ദൈവത്തിൻ്റെ ആത്മാവെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മാർക്കിടരുത്. എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ, എന്നെ കൊണ്ട് ഇതേ കഴിയത്തുള്ളൂ. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളെയും കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഇവിടെ ഗിദെയോനോട് ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഈ ഒരു ഉറപ്പ് മതി നമുക്ക്. ഇന്ന് ഈ പ്രോഗ്രാം കാണിച്ചവരോട് പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾ ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ സ്റ്റാഫുകൾക്കിടയിലൊക്കെ ഒത്തിരി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്നു, ഇങ്ങനെ കുറേ സ്റ്റാഫുകളെയും കൊണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാരെയും കൊണ്ട് എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ആ വ്യക്തിയോട് പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയും. ഈ സാഹചര്യത്തിന് ദൈവം ഒരു മാറ്റം വരുത്തും. ഈ അവസ്ഥകൾക്ക് ദൈവം ഒരു വ്യത്യാസം അയക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. ദൈവത്തിന് ഒന്നും കഴിയാതിരിക്കത്തില്ല, അവന് ചെയ്യാൻ പറ്റും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഇവിടെ ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് പറഞ്ഞാൽ, നിനക്ക് സൈന്യവും വേണ്ട, നിൻ്റെ കൂടെ 1000 പേരും വേണ്ട, നിൻ്റെ കയ്യിൽ ആയുധങ്ങളും ഒന്നുമില്ലെങ്കിൽ പോലും നീ ഒറ്റയ്ക്ക് നിന്നാൽ മതി, നീ അവരെ തോൽപ്പിക്കും. എങ്ങനെ അത് സംഭവിക്കും? മാനുഷിക ബുദ്ധി ചിന്തിച്ചാൽ അത് ഇമ്പോസിബിളാണ്. എങ്ങനെ സംഭവിക്കും? അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, യഹോവേ, ഞാൻ എങ്ങനെ ഈ ജനത്തെ നയിക്കും? അപ്പോഴാണ് ദൈവം മോശയോട് പറഞ്ഞു, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് ദി, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരുന്നാൽ നമ്മുടെ ജീവിതം ഒരു സക്സസ് ആയിരിക്കും. അല്ല, ദൈവത്തെ കൂടാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ, ഒരു പക്ഷേ ഇപ്പോൾ അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിലിയർ ആയിരിക്കും, പരാജയമായിരിക്കും, അസമാധാനവും അസംതൃപ്തിയുമായിരിക്കും. എന്നാൽ യേശുവിൻ്റെ കൂടെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിശ്ചയം നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവും അത് തന്നെയാണ് പറഞ്ഞ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ അതിൻ്റെ മറുഭാഗം കൂടെ ഞാൻ പറയാം, യേശുവിൻ്റെ കൂടെ നിന്നാ ചെയ്യുന്നതെങ്കിൽ സകലതും സാധ്യമാണ്, അനുഗ്രഹം തന്നെയാണ്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, നിശ്ചയമായും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ മേൽ അനുഗ്രഹം വന്നങ്ങനെ, ഞാൻ തന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന പറഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ് ബ്ലെസ്സിങ്, അതിനപ്പുറം ഒരു അനുഗ്രഹം ഇല്ല. ഐശ്വര്യമായി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ വംശാവലി നോക്കുമ്പോൾ, അബ്രഹാമിൻ്റെ പാരമ്പര്യം നോക്കുമ്പോൾ പറയാനൊന്നുമില്ല അവനെ പ്രത്യേകിച്ച്. എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു. അങ്ങനെങ്കിൽ ഇന്ന് ചിലരോട് പറയുന്നു, നിങ്ങളെങ്ങനെ പറയണം, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക, ഞാൻ ഒറ്റയ്ക്കുള്ള ബ്രദറെ, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല.
ഈ വാക്ക് ഉപയോഗിക്കുന്ന പലരുമുണ്ട്. എൻ്റെ കൂടെ നിൽക്കാൻ അപ്പനുമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ അമ്മയുമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ ചേട്ടന്മാരുമില്ല, എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആരുമില്ല. ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് രാത്രി പ്രവചിച്ച് പറയുന്നത്, നിൻ്റെ കൂടെ ദൈവം നിൽക്കും. ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിലുള്ള കോടിക്കണക്കിന് ജനം നിൽക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഈ ലോകത്തിലുള്ള സകല ആൾക്കാരും, മുഴുവൻ ആൾക്കാരും, 30 കോടി ആൾക്കാരും 300 കോടി ആൾക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയമായിരിക്കും. ഈ ലോകത്തിലെ മനുഷ്യൻ മുഴുവൻ നിങ്ങളെ വാനോളം ഉയർത്തിയാലും ദൈവം നിങ്ങളെ ഉയർത്തിയില്ലെങ്കിൽ, ദൈവം നിങ്ങളെ മാനിച്ചില്ലെങ്കിൽ അതൊരു പരാജയമായിരിക്കും. എത്രയോ പേരുടെ ജീവിതമാണ് ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയോ നിങ്ങൾ ചിന്തിക്കും, ഇന്ന് ഒത്തിരി പണമുള്ള, പ്രതാപങ്ങളുള്ള പലരുടെയും ജീവിതത്തിൽ വാസ്തവത്തിൽ അവർക്ക് പൈസ ഉണ്ടെങ്കിലും, വലിയ കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടെങ്കിലും പലയിടത്തും അവർ അസ്വസ്ഥരാണ്, പലയിടത്തും അവർ സ്വസ്ഥതയില്ലാത്തവരാണ്, സമാധാനമില്ലാത്തവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ അനുഗ്രഹത്തിന് ഒരിക്കലും എതിരല്ല, നല്ല വണ്ടി മേടിക്കുന്നതിനെതിരല്ല, നല്ല വീട് മേടിക്കുന്നതിനെതിരല്ല. എല്ലാ നന്മകളും ദൈവം തന്നെയാണ് തരുന്നത്. പക്ഷേ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തിലുള്ള ഭൗതിക അനുഗ്രഹങ്ങളെക്കാളും, ഈ ലോകത്തിലുള്ള താൽക്കാലിക സുഖങ്ങളെക്കാളും വലുതായി നിങ്ങൾക്ക് ദൈവത്തെ, യേശുവിനെ കാണാൻ കഴിയണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ, ലോകവും അതിൻ്റെ മോഹവും വിട്ടൊഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിൽക്കുന്ന ഒരു എവർലാസ്റ്റിംഗ് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടാകണം, യേശു ഉണ്ടാകണം, ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കണം. ഗിദെയോനോട് ഇതാ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ്, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഒരു ഇമ്മാനുവേലിനെയാണ്, യേശുവിനെയാണ് പിതാവായ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യെശയ്യാ പറയുന്നു, ഇപ്പോഴോ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം നിന്നെ താങ്ങും. നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഞാൻ നിന്നെ സഹായിക്കും, നീ ഏകനായിട്ടായിരിക്കുന്നെങ്കിലും ഞാൻ നിന്നെ സഹായിക്കും. ആരും നിൻ്റെ ഹൃദയം മനസ്സിലാക്കി, ബ്രദറെ സിസ്റ്ററെ, ഇന്ന് ആരോടൊക്കെ കർത്താവ് സംസാരിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി, ഭാരം മനസ്സിലാക്കി, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ സ്റ്റാൻഡ് ചെയ്യും, ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരുമില്ല. ദൈവത്തിൻ്റെ കരം നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ചില രോഗികൾ, ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നപ്പോൾ, നിങ്ങൾ ഓടിച്ചാടി നടന്നപ്പോൾ പലരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു പരാജയം വന്നപ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ഇപ്പോഴും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോഴും ആ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പറയുന്നു, എനിക്ക് പണമുണ്ടായിരുന്നപ്പോൾ, എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നപ്പോൾ, എനിക്ക് ഒത്തിരി നന്മയുണ്ടായിരുന്നപ്പോൾ ഒത്തിരി പേരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാരും എൻ്റെ കൂടെയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. അതൊരിക്കലും മാറുന്നതല്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്കത് ഉറപ്പ് തന്നതാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. ഗിദെയോനോട് കൂടെ ഇരുന്ന് അവനെ ഒറ്റയ്ക്ക് നിർത്തി അത്ഭുതങ്ങളെ ചെയ്യിച്ച ദൈവം ഈ വർഷത്തിൽ, ഈ 2013 നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നോട് കൂടെ ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും നിങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നപ്പ, ഇവർക്ക് വേണ്ടി നീ അത്ഭുതത്തെ ചെയ്യണമേ. ഒരു വലിയ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ നീ ഇവർക്കായിട്ട് അയക്കണമേ. എല്ലാ തടസ്സങ്ങളെയും കർത്താവ് മാറ്റി ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം ഇവരുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉടച്ചു കളയുന്നു. യെസ് ലോർഡ്, ഇപ്പോൾ തന്നെ ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കഴിഞ്ഞ 2.5 വർഷമായി
മുട്ടിനകത്ത് തേയ്മാനം അനുഭവിക്കുന്ന ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു, ആ മുട്ടിൻ്റെ ചിരട്ടകൾ തെന്നി മാറുന്ന അനുഭവമുണ്ട്, തേയ്മാനമുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുന്നു. Heal now in the mighty name of Jesus. Ruba kala raba shandana. Heal in the name of Jesus, Lord. Hallelujah. Thank you, Holy Spirit. കർത്താവേ, ഇപ്പോൾ തന്നെ പല്ലിനകത്തും വേദനയുണ്ട്, ചെവിയുടെ ഈ ബാക്ക് സൈഡിലും വേദന അനുഭവിക്കുന്ന ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. ഹീൽ now. ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ വായ്ക്കകത്ത് നിൽക്കുന്ന അൾസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ഇപ്പോൾ ചലിക്കണമേ. ആ രോഗക്കെട്ടുകൾ ഒടയട്ടെ കർത്താവേ. ഈ വിരൽ മടക്കാൻ കഴിയാതിരിക്കുന്ന അനുഭവമുണ്ട്. അപ്പോൾ തന്നെ വ്യക്തിയോട് പറഞ്ഞു, ഈ വിരലിൻ്റെ അറ്റത്തെല്ലാം പെരുപ്പുമുണ്ട്, ഇത് മടക്കാനും നൂക്കാനും പ്രയാസമുണ്ട്, വിരലിൻ്റെ അറ്റത്തെല്ലാം പെരുപ്പുമുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ഞാൻ ഈ പ്രോഗ്രാം കാണുന്ന സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ ഇവരുടെ മേൽ അയച്ചതിനാൽ നന്ദി. ആ ഗിദെയോനോട് കൂടെ നിന്ന് പ്രവർത്തിച്ച ദൈവം നിൻ്റെ മക്കളോടും കൂടെ ഇരിക്കണം. ഇവരുടെ കുലമോ ഇവരുടെ ഗോത്രമോ ഇവരുടെ സാഹചര്യമോ ഒന്നും നോക്കാതെ യേശു കർത്താവിൻ്റെ അത്ഭുതകരം ഇവർക്കായി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത്ഭുത വിടുതൽ കർത്താവ് അയച്ചിരിക്കുക. ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചില സ്പെസിഫിക്കായ ചില രോഗങ്ങളെക്കുറിച്ച് ദൈവനോട് പറഞ്ഞു. അതിനകത്ത് സൗഖ്യം നടന്നിരിക്കുക, അത്ഭുത വിടുതൽ കർത്താവ് ചെയ്തിരിക്കുക. നിശ്ചയമായിട്ടും ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. ഈ വർഷം കർത്താവിന് വേണ്ടി വലിയവ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ കത്തുകൾ അയക്കണം. നിങ്ങളുടെ ലെറ്ററുകൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികൾ എൻ്റെ കയ്യിൽ തരുന്നുണ്ട്, ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരങ്ങൾ അതിന് മറുപടി നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ മാനിക്കട്ടെ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും നിശ്ചയമായിട്ടും നിങ്ങൾ ഞങ്ങളെ ഫോൺ ചെയ്യുകയും കത്തുകൾ അയക്കുകയും ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികൾ നിങ്ങളുടെ ഫോൺ കോളുകൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം കൊട്ടാരക്കര ടൗണിൽ ഞങ്ങളുടെ പ്രെയർ ടവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും വിളിച്ചാട്ടെ, കത്തുകൾ അയച്ചാട്ടെ. വി വിൽ പ്രേ ഫോർ യു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.